A very good morning to all. So, നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചേഴ്സ് റോൾ ഇൻ ഡിസിപ്ലിനറി പ്രൊസീജിയർ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് ഇതുവരെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് റെസ്പോണ്ടിങ് ടു സ്റ്റുഡൻറ് മിസ്കണ്ടക്ട്, പ്രൊസീജിയർ ഫോർ മൈനർ മിസ്കണ്ടക്ട് ആൻഡ് മേജർ മിസ്കണ്ടക്ട്, സ്ട്രാറ്റജീസ് ടു മെയിൻറ്റെയിൻ ക്ലാസ് റൂം ഡിസിപ്ലിൻ. ഇനി ഇതിൻ്റെ നാലാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, which is preventive strategies. So, in order to prevent a misconduct from occurring, a teacher can do different strategies like forewarning in the course syllabus. That is, expressing expectations in writing from the very first day helps the students understand the behavior faculty expect from the outset. സോ ഒരു കുട്ടി ഒരു കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു കോളേജിൽ എന്തൊക്കെയാണ് എക്സ്പെക്റ്റഡ്, എന്തൊക്കെയാണ് അൺഎക്സ്പെക്റ്റഡ്, എങ്ങനെയാണ് ആ കുട്ടി ബിഹേവ് ചെയ്യേണ്ടത് എന്ന് പ്രോപ്പറായിട്ട് സ്റ്റുഡൻറ് കണ്ടക്ട് ബുക്കിൽ എഴുതി ആ സ്റ്റുഡൻറ്റിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ the student will have a clear idea എന്തൊക്കെയാണ് എനിക്കിവിടെ ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് ഞാൻ ചെയ്യാണ്ടിരിക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ the student can avoid an unexpected behavior from occurring. So this is forewarning in the course syllabus, which is to be given to the student from the very first day so that unwanted behaviors can be avoided. The next preventive strategy is reviewing the institutional code of conduct. So, in reviewing the institutional code of conduct, inform students about any policies that institution has established to guide student conduct. സോ ഓവറോൾ ആയിട്ട് ഇതിപ്പോൾ നമ്മുടെ കോളേജിൻ്റെ മാത്രമല്ല, അല്ലെങ്കിൽ ഫാക്കൽറ്റിയുടെ മാത്രമല്ല, നമ്മൾ ബിലോങ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റ് കൂടി റിവ്യൂ ചെയ്തിട്ട് കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. ലൈക്ക് നമ്മളിപ്പോൾ അമല കോളേജ് ഓഫ് നഴ്സിംഗ് ആണെങ്കിൽ പോലും വി ആർ എ പാർട്ട് ഓഫ് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. സോ നമ്മളുടെ അമലയുടെ കോമൺ ആയിട്ടുള്ള പോളിസീസ്, അതുപോലെ തന്നെ റൂൾസ്, റെഗുലേഷൻസ്, ഇതും കൂടെ റിവ്യൂ ചെയ്തിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. സോ ദാറ്റ് they will abide by the rules and regulations of the institute. So രണ്ട് പ്രിവെൻറ്റീവ് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ പറഞ്ഞത്. forewarning in the course syllabus, reviewing the institutional code of conduct. The next preventive strategy is know whom to consult. The college should designate a person to deal with issues of student behavior. The faculty should know who is responsible for administering the institutional code of conduct. So, എന്തെങ്കിലും കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് പേഴ്സൺ അല്ലെങ്കിൽ അത് ഒരു കൺസൾട്ട് ചെയ്യാനായിട്ട് ഒരാളെ കോളേജ് നിയമിക്കണം. ആൻഡ് ദ ഫാക്കൽറ്റി ഷുഡ് നോ ഹൂ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് സോ ദാറ്റ് ഷീ ക്യാൻ കോണ്ടാക്ട് ഹെർ whenever there is any problems from the side of the students. So know when to consult or know whom to consult. The college should designate a person to deal with the issues of student behavior, and the faculty should know who is responsible for administering the institutional code of conduct. The next preventive strategy is know when to consult. എപ്പോഴാണ് ഈ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് നമ്മളൊരു കുട്ടി അല്ലെങ്കിൽ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്കണ്ടക്റ്റ് ഉണ്ടാവുമ്പോൾ എപ്പോഴും ഒരു കുഞ്ഞു തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓടി ചെല്ലുകയല്ല ചെയ്യേണ്ടത്. എപ്പോഴാണ് ഈ ഒരു വ്യക്തിയെ അപ്രോച്ച് ചെയ്യേണ്ടത്, നമ്മളുടെ കയ്യിൽ ഒതുങ്ങാത്ത സിറ്റുവേഷൻസ് എപ്പോഴൊക്കെയാണ്, ഇത് ക്ലിയർ ആയിട്ട് ടീച്ചർ അറിഞ്ഞിരിക്കണം.
The next is documentation. The faculty should keep notes on behaviors that are observed. Below the radar activities should be noted and notified. സോ എപ്പോഴും ഫാക്കൽറ്റി ഒരു കുട്ടി അല്ലെങ്കിൽ എന്താ നമ്മളുടെ ക്യുമുലേറ്റീവ് റെക്കോർഡ് പോലെ തന്നെ ഒരു കുട്ടിയുടെ ഓവറോൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യണം. ഇനിയിപ്പോൾ ഒരു തെറ്റ് സംഭവിക്കുന്നില്ല, പക്ഷെ തെറ്റിലേക്ക് പോകാവുന്ന ഒരു ബിഹേവിയർ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. സോ അങ്ങനത്തെ ബിഹേവിയേഴ്സിനാണ് ബിലോ ദ റഡാർ ആക്ടിവിറ്റി എന്ന് പറയുക. തെറ്റല്ല എക്സാക്ട്ലി, പക്ഷേ ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റിലേക്ക് നയിക്കാം എന്ന് തോന്നുന്ന ആക്ടിവിറ്റീസ് ആണ് ബിലോ ദ റഡാർ ആക്ടിവിറ്റീസ്. So these are the different preventive strategies. They are forewarning in the course syllabus, reviewing the institutional code of conduct, know whom to consult, know when to consult, and documentation.